ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ് ദ റിപ്പിൾ എഫക്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ഈ ഒരു എപ്പിസോഡ് ഇടണം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. പക്ഷേ എന്ത് ഇടണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ലാസ്റ്റ് ഡേ കോളേജിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ എൻ്റെ പഴയ ഒരു ഫ്രണ്ടിനെ ഞാൻ ബസ് വെച്ച് കണ്ടത്. അവളെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം. അവളെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് എൻ്റെ 9th 10th ലൈഫാണ്. കാരണം ഞങ്ങൾ ഫ്രണ്ട്സ് ആയത് ഞാൻ 10th ട്യൂഷൻ പോകുന്ന ടൈമിലായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ 9th 10th കാലഘട്ടത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു. ഇത് ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് 2 ആളുകളെ പറ്റിയാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും സപ്പോർട്ട് ആവശ്യമായിരുന്ന ടൈമിൽ വന്ന് എനിക്ക് ഒരുപാട് കോൺഫിഡൻസും മോട്ടിവേഷനൊക്കെ തന്ന 2 പേരാണ് ഇവർ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കഥ പറയാം ഗൈസ്. ഞാനൊരു 8th വരെ ഭയങ്കര ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു ടിപ്പിക്കൽ ബാക്ക് ബെഞ്ചർ എന്നൊക്കെ വേണം പറയാം. ഞാൻ 9th പഠിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ ആദ്യമായിട്ട് ഹോസ്റ്റലിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചേട്ടൻ പഠിക്കാൻ പോയതോടുകൂടി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായി. സത്യം പറഞ്ഞാൽ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയ ഫീലൊക്കെ ആയിരുന്നു എനിക്കപ്പോൾ. തന്നെ വീട്ടിലിങ്ങനെ ഇരിക്കാന്ന് പറയുന്നത് അത്ര രസമുള്ള കാര്യമല്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അത്രയും കാലം എക്സാമിൻ്റെ തലേദിവസം ഞാൻ ബുക്ക് എടുത്തുകൊണ്ട് ചേട്ടൻ്റെ അടുത്തേക്ക് ഓടുമായിരുന്നു പഠിപ്പിച്ചു തരാൻ വേണ്ടി. പക്ഷെ ആരും ഇല്ലല്ലോ ഇനി പറഞ്ഞു തരാനെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ബിക്കോസ് 9th നെക്സ്റ്റ് 10th ബോർഡ് എക്സാം എഴുതാനുള്ളതാണ്. സോ അങ്ങനെ 9th ഫസ്റ്റ് ഡേ വന്നു. ഞാൻ ക്ലാസ്സിൽ പോയി ചെറുതായിട്ട് ഇനി മുതൽ പഠിക്കാം എന്നുള്ള മൈൻഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഫസ്റ്റ് ഡേ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് വന്നത് എനിക്ക് ആ ഒരു സ്കൂളിലെ ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു. ടീച്ചറിന്റെ പേര് സൗമ്യ എന്നാണ്. അങ്ങനെ സൗമ്യ ടീച്ചറിനെ ക്ലാസ് ടീച്ചറായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ടീച്ചറിന്റെ സബ്ജക്ട് കെമിസ്ട്രി ആണ്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റും കെമിസ്ട്രിയാണ്. ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ വീട്ടിലിരുന്ന് എന്തൊക്കെയോ പഠിക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയ്ക്കൊന്നും എനിക്ക് പറ്റുന്നില്ല. ബിക്കോസ് ഇത്രയും കാലം തകർത്തിങ്ങനെ ഒന്നും പഠിക്കാൻ നടന്നിട്ട് ബേസിക്സ് ഒന്നും അറിഞ്ഞൂടാ. ഇന്നത്തെ പോലെ അന്ന് ChatGPT ഒന്നുമില്ല. പിന്നെ എനിക്ക് ഫോണൊന്നും കിട്ടാനും ഇല്ല. സോ ബേസിക്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ഞാൻ കുറേ ഇരുന്ന് നോക്കി, കുറേയൊക്കെ പഠിച്ചു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് എക്സാം വന്നു. ഐ തിങ്ക് FA1 എന്തോ വന്നു. അപ്പോഴത്തേക്കും മാത്സ് ഒഴിച്ച് എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഓക്കെ ആയി വരാൻ തുടങ്ങിയായിരുന്നു. എക്സാമിന് ഒരു 3 ദിവസം മുമ്പ് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കൊരു ഓസ്വാളിലെ ക്വസ്റ്റ്യൻ ബാങ്ക് മേടിച്ച് തരുമോ? മേടിച്ച് തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാർക്ക് മേടിച്ചോളാം എന്നൊക്കെ ഒരു വാക്കൊക്കെ കൊടുത്തു. അമ്മ എങ്ങനെയോ പൈസയൊക്കെ ഉണ്ടാക്കി എനിക്കൊരു ബുക്കൊക്കെ വാങ്ങി തന്നു. 3 ദിവസം കുത്തിയിരുന്ന് പഠിച്ച് പോയി എക്സാം എഴുതി. പക്ഷേ എക്സാം ഭയങ്കര പാടായിരുന്നു. അന്നെന്തോ 80-ൽ 28 മാർക്ക് വേണമായിരുന്നു പാസ്സാവാൻ. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മയെ പാസ്സാവുമെന്ന് അറിയത്തില്ല, പാടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, സാരില്ല പോട്ടെ, പഠിച്ചല്ലോ, അത് മതി, നമുക്ക് അടുത്ത തവണ വാങ്ങാം എന്ന് പറഞ്ഞ അമ്മേനെ സമാധാനിപ്പിച്ചു. വീക്കെൻഡ് കഴിഞ്ഞ് നെക്സ്റ്റ് മൺഡേ ക്ലാസ് ചെന്നു. എന്താണേലും വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പേപ്പർ എല്ലാ ടീച്ചേഴ്സും ഇരുന്ന് നോക്കും. അപ്പോൾ വീക്കെൻഡ് കഴിഞ്ഞ് ക്ലാസ് ചെല്ലുന്ന ദിവസം പേപ്പർ കിട്ടുമെന്ന് എനിക്കറിയാം. അങ്ങനെ മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും പേപ്പറൊക്കെ കിട്ടി. എല്ലാത്തിനും ഒരു 60 above മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്സിൻ്റെ കാര്യത്തിലായിരുന്നു പേടി. അങ്ങനെ മാത്സിൻ്റെ പീരീഡായി. ടീച്ചർ വന്നു. ടീച്ചറിൻ്റെ പേര് ദിവ്യ എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 2 പേരിൽ രണ്ടാമത്തെ ആൾ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ കയറി വന്നിട്ട് ഡെസ്കിൽ പേപ്പർ കൊണ്ടുവച്ചിട്ട് ഡെസ്ക് ചാരി ഇങ്ങനെ നിന്നു. ടീച്ചറിൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. ഞങ്ങളുടെ പേപ്പർ നോക്കിയിട്ട് ഭയങ്കര വിഷമായി. ഭയങ്കര എന്തോ കരഞ്ഞത് പോലെയൊക്കെയാണ് മിസ്സിൻ്റെ മുഖം ഇരിക്കുന്നത്. അപ്പം ഞാൻ ഉറപ്പിച്ച് എന്താണല്ലോ ഞാൻ തോറ്റ്. ഇപ്പം കരയണോ കുറച്ച് കഴിഞ്ഞ് കരയണോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ ഇരുന്നു അവിടെ. ടീച്ചർ പേപ്പറൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഈ പേപ്പർ നോക്കിയപ്പോൾ. ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരാൾ പോലും പഠിച്ചില്ലല്ലോ. ഞാൻ ഈ പേപ്പർ നോക്കിയിട്ട് എനിക്ക് കരച്ചിലൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചതിൻ്റെ ഒരു അംശമെങ്കിലും നിങ്ങൾ ഇതിൽ കാണിച്ചായിരുന്നു, എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പേപ്പർ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. എൻ്റെ റോൾ നമ്പർ കഴിഞ്ഞിട്ടും എൻ്റെ പേപ്പർ മാത്രം കിട്ടിയില്ല. അപ്പം ഞാൻ ഉറപ്പിച്ചു തീർന്നു, എന്താണല്ലോ ഞാൻ തോറ്റു. വല്ല സീറൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ തലയിൽ ഇങ്ങനെ സ്റ്റോറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പേപ്പറെല്ലാം കൊടുത്തേനു. എൻ്റെ പേപ്പർ മാത്രമേ കിട്ടാനുള്ളൂ. അപ്പോഴത്തേക്കും ടീച്ചർ ലാസ്റ്റത്തെ പേപ്പർ എടുത്ത് കൈപ്പിടിച്ചു. എനിക്കും എൻ്റെ അടുത്തിരിക്കുന്നവർക്കും അറിയാം അത് എൻ്റെ പേപ്പറാണ്. ടീച്ചർ പറഞ്ഞു, ഇത്രയും പേപ്പർ നോക്കിയതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന പേപ്പറാണിത്. ഈ ക്ലാസ്സിൽ ഒരു കുഞ്ഞു പോലും ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ഈ പേപ്പറിൽ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാ സ്റ്റെപ്സും കറക്റ്റൊന്നുമല്ല, പക്ഷെ ഞാനതിന് ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ടീച്ചറിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പേപ്പർ നീട്ടി. അപ്പോൾ ഞാൻ പേപ്പർ വാങ്ങി. എനിക്ക് അന്ന് 38 മാർക്ക് ഉണ്ടായിരുന്നു. ഇത് വലിയ കാര്യമൊന്നുമല്ല, നോർമലി നോക്കുമ്പോൾ വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എനിക്കെന്നത് ഭയങ്കര വലിയ കാര്യമായിരുന്നു. സത്യം പറഞ്ഞ സന്തോഷം കാരണം ഞാൻ
കരഞ്ഞു അന്ന് അവിടെ വെച്ച്. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ആകെ മൊത്തം 7 പേരെ ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊരാള് ഞാനായിരുന്നു. അന്ന് ഞാൻ മാത്സിന് തോറ്റായിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പിന്നെ പഴയ പോലെ ആയേനെ. പക്ഷെ പഴയ പോലെ ആയേനെ മീൻസ് ഞാൻ പിന്നെ എൻ്റെ പഠിത്തത്തിനുള്ള മോട്ടിവേഷനൊക്കെ അവിടെ വെച്ച് നിർത്തി പിന്നെയും പഴയ പോലെ ഒന്നും പഠിക്കില്ലാതെ നടന്നേനെ. പക്ഷെ ടീച്ചർ അന്ന് പറഞ്ഞ വാക്കാണ് പിന്നെ എനിക്ക് പഠിക്കാൻ തോന്നിച്ചത്. പിന്നെ ഞാൻ ഇരുന്ന് പഠിച്ചത് ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞ് എല്ലാ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പേരൻസ് മീറ്റിംഗ് വെച്ചു. അപ്പം സാധാരണ എൻ്റെ പേരൻസ് മീറ്റിങ്ങിന് അമ്മയാണ് വരാറ്. എൻ്റെ കുറ്റം മുഴുവൻ കേട്ട് മടുത്താണ് അമ്മ തിരിച്ച് വീട്ടിൽ പോവാറ്. അന്ന് അമ്മ ചെന്നു, പക്ഷെ പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അന്ന് അമ്മ കേട്ടത്. അങ്ങനെ ഓരോ ടീച്ചേഴ്സിന്റെ അടുത്ത് സംസാരിച്ച് ലാസ്റ്റ് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയും എൻ്റെ അമ്മയും കൂടെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ എന്ന് പറയുമ്പോൾ സൗമ്യ ടീച്ചറിനെ കാണാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഈ പറഞ്ഞ കുട്ടി ഞാനും ഭയങ്കര ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ സൗമ്യ ടീച്ചറിനെ കണ്ടപ്പോൾ ആദ്യം അവളുടെ അമ്മ ചോദിച്ചു, എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് തിരിച്ചു പറഞ്ഞു, അവളൊന്നും പഠിക്കുന്നില്ല, ഒന്നും ട്രൈ ചെയ്യുന്ന പോലും ഇല്ല, മാർക്കൊക്കെ ഭയങ്കര കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപാടെ അവളുടെ അമ്മ എൻ്റെ അമ്മേനെ നോക്കി ചാടി കയറി പറഞ്ഞു, എൻ്റെ കൊച്ച് പഠിക്കല്ലാതെ കിടന്നൊന്നുമല്ല, ഇപ്പൊ മനസ്സിലാവാത്തോണ്ടാ പഠിക്കാത്തെ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് എൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ല. ബട്ട് ടീച്ചർ തിരിച്ചു പറഞ്ഞു, എന്തോരം ബാക്കി കിടന്ന കൊച്ചാന്നറിയാവോ, അപ്പൊ അത് എന്തോരം തല കുത്തിന്ന് പഠിച്ചിട്ടായിരിക്കും ഇത്രയും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് എന്ന് അവളുടെ അമ്മയോട് ടീച്ചർ തിരിച്ചു പറഞ്ഞു. അതമ്മ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു ടീച്ചർ അങ്ങനെ ഡിഫെൻഡ് ചെയ്ത് തിരിച്ച് സംസാരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കുറെ കാര്യങ്ങൾക്ക് ടീച്ചർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 9th കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ടീച്ചർ മെറ്റേണിറ്റി ലീവിൽ പോയായിരുന്നു. പിന്നെ ഞാൻ 10th ആയി. അപ്പോൾ ഞങ്ങളുടെ മാത്സ് ടീച്ചർ ദിവ്യ ടീച്ചർ അല്ലായിരുന്നു, ഞങ്ങളുടെ പ്രിൻസിപ്പൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദിവ്യ ടീച്ചർ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു 10th സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് ട്യൂഷനൊക്കെ പോകാൻ തുടങ്ങി. ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ 10th കംപ്ലീറ്റ് ആയി. 90% അടുത്ത് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ 10th പാസ്സാവുന്ന അമ്മ പ്രതീക്ഷിച്ചായിരുന്നോ? അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, സത്യമായിട്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു നീ 10th പാസ്സാകുമെന്ന് 9th പേരൻസ് മീറ്റിങ്ങിന് പോകുന്നത് വരെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഭയങ്കര പെട്ടിരിക്കുന്ന ടൈമിൽ ചില ആളുകൾ നമ്മളുടെയൊക്കെ ലൈഫിലോട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മളെ പിടിച്ചു കയറ്റി അടുത്ത സ്റ്റെപ്പിലോട്ട് എത്തിച്ചിട്ട് അവരങ്ങ് പോകും. നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ആരുടെയൊക്കെ സ്റ്റോറിയിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു റോൾ ഉണ്ടാവാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ പെട്ടിരിക്കുന്നത് കാണുവാണെങ്കിൽ, ചെറിയൊരു പുഷ് കിട്ടി അവർ രക്ഷപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ബൈ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.